നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫി ആവേശകരമായി തുടക്കമാവാൻ പോവുകയാണ്. ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാകുമ്പോൾ ആരാകും കപ്പിലേക്കെത്തുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാന് ആതിഥേയരെന്ന നിലയിൽ മുൻതൂക്കമുണ്ട്. എന്നാൽ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ ടീമുകളെല്ലാം ഇത്തവണ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങുമ്പോൾ പോരാട്ടം കടുക്കുമെന്ന കാര്യം നിസ്സംശയം പറയാം. ഇത്തവണ ഇന്ത്യക്ക് പരമ്പര നേടേണ്ടത് അഭിമാന പ്രശ്നമാണ്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ നേരിടുന്നത്. ഇതിനുശേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്ന പാകിസ്ഥാനെതിരായ എൽ ക്ലാസിക്കോ മത്സരം നടക്കുന്നത്. രോഹിത് ശർമ്മ നയിക്കുന്ന ശക്തമായ താരനിരയാണ് ഇത്തവണ ഇന്ത്യക്കൊപ്പം ഉള്ളത്. ശുഭ്മാൻ ഗില്ല വൈസ് ക്യാപ്റ്റനായുള്ള ടീമിന്റെ ബാറ്റിംഗ് കരുത്തും ബൗളിംഗ് കരുത്തും ശക്തമായതിനാൽ തന്നെ കിരീട പ്രതീക്ഷകളും സജീവമാണ്. എന്നാൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയാകും? ഇന്ത്യയുടെ പ്ലേയിങ് 11 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തലവേദനകൾ ഇന്ത്യയുടെ ടീം മാനേജ്മെന്റിന് മുന്നിലുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് പരിശോധിക്കേണ്ടത്. ഇന്ത്യയുടെ പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. പരിക്കേറ്റ ബുംറയെ ഇന്ത്യ ടീമിൽ നിന്ന് തഴങ്ങിയിരിക്കുകയാണ്. ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് ഷമി പേസ് നിരയിൽ ഉണ്ടാകും. ഹാർദിക് പാണ്ഡ്യ പേസ് ഓൾറൗണ്ടറായി ഉള്ളതിനാൽ ഇന്ത്യ 2 സ്പെഷ്യലിസ്റ്റ് പേസർമാരെ പരിഗണിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഷമിക്കൊപ്പം ആര് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത് അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരിൽ ഒരാളെയാണ്. ഇവരിൽ ആരെയാണ് ഇന്ത്യ പരിഗണിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗൗതം ഗംഭീറിന്റെ പ്രിയപ്പെട്ടവൻ ഹർഷിത് റാണയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് ഉൾപ്പെടെ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ഹർഷിത്തിന് സാധിച്ചിരുന്നു. ഇടം കൈയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ഗംഭീറിന്റെ പ്രിയപ്പെട്ടവനല്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെ പരിഗണിക്കണം എന്നത് ടീം മാനേജ്മെന്റിനെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യ വിക്കറ്റ് കീപ്പർ റോളിൽ KL രാഹുലിനെയാകും കളിപ്പിക്കുകയെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്തിന് പ്രതീക്ഷ വേണ്ട. എന്നാൽ ഋഷഭിനെ ഇന്ത്യ ബെഞ്ചിൽ ഇരുത്തണമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഋഷഭ് പന്ത് എക്സ് ഫാക്ടറായ താരമാണ്. എല്ലാ എതിരാളികളും ഒരുപോലെ ഭയപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് പന്ത്. അതുകൊണ്ട് തന്നെ ഋഷഭിനെ ഇന്ത്യ പുറത്തിരുത്തണമോ എന്നതാണ് തലപൊക്കിക്കുന്ന ചോദ്യം. ഋഷഭ് പന്തിനെ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഒറ്റ മത്സരം പോലും കളിപ്പിച്ചില്ല. ഋഷഭ് പന്തിനെ രോഹിത് ശർമ്മ പിന്തുണയ്ക്കുമ്പോഴും ഗൗതം ഗംഭീർ വലിയ പരിഗണന കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഋഷഭ് പന്തിനെ കളിപ്പിക്കണമോ എന്നതാണ് കണ്ടറിയേണ്ടത്. 5ാം നമ്പറിലേക്ക് അക്ഷർ പട്ടേലിനെ കൊണ്ടുവന്ന് ഋഷഭിന്റെ വിടവ് നികത്താൻ ഇന്ത്യക്ക് ഇംഗ്ലണ്ട് പരമ്പരയിൽ സാധിച്ചിരുന്നു. എന്നാൽ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഋഷഭിനെ പുറത്തിരുത്തിയാൽ അത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. കുൽദീപ് യാദവ് ആയിരുന്നു ഇന്ത്യൻ ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. എന്നാൽ അവസാന സമയത്ത് ഇന്ത്യ നിർണായകമായൊരു മാറ്റം ടീമിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് കൊണ്ടുവന്നതോടെ പ്ലേയിങ് 11 കുൽദീപോ വരുണോ എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന ചോദ്യം. വരുൺ ദുബായിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ്. IPL മിന്നിക്കാൻ വരുണിന് സാധിച്ചിരുന്നു. എന്നാൽ കുൽദീപ് ചൈനാമാൻ സ്പിന്നറാണ്. ഗംഭീർ വരുണിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർപ്രൈസായി കുൽദീപ് പുറത്തിരിക്കാനും സാധ്യതകൾ ഏറെയുണ്ട്.